ക്ഷേമ പെൻഷൻ 1800 രൂപയാക്കി ഉയർത്താനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. സാധാരണ ഒരു ഗവൺമെന്റ് ഭരണത്തിലെത്തിയാൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, അതായത് ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അത് ഓരോന്നും നടപ്പിലാക്കി കയ്യടി നേടാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് ഒന്നാം പ്രാവശ്യം വന്നപ്പോഴും രണ്ടാം പ്രാവശ്യം വന്നപ്പോഴും, ഒന്നാം പ്രാവശ്യം വന്നപ്പോൾ ശരിക്കും LDF ഗവൺമെന്റിന് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാനൊക്കില്ല. കാരണം വലിയ പ്രളയം, 2018 ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം, അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, ഏതൊരു ഗവൺമെന്റിനെയും ബുദ്ധിമുട്ടിലാക്കും. അത് കഴിഞ്ഞ് 2019 ഒരു പ്രളയ സാധ്യത 2018 വലുതായി വന്നില്ലെങ്കിലും 2019 പ്രളയമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ കെടുതികൾ, ആ കെടുതികൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്ര തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ വൈമുഖ്യം കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡൊക്കെ കഴിഞ്ഞ് എന്നാൽ രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ്, ഒന്നാം പിണറായി ഗവൺമെന്റ് ഭരണകാലത്ത് അതിന്റെ അവസാന ഭാഗത്ത് കോവിഡ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കാര്യക്ഷമത കുറഞ്ഞു പോയി എന്ന് പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2018 പ്രളയം, 2019 പ്രളയം, അതുമൊക്കെ കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ കോവിഡ് തുടങ്ങുന്നു. COVID-19 എന്ന പേര് തന്നെ 2019 കോവിഡ് തുടങ്ങിയത് കൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ ഒരു വലിയ പരിധി വരെ ബാധിച്ചിരുന്നു. എന്നിട്ടും നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ആദ്യ ഭരണം കഴിഞ്ഞ് രണ്ടാം വട്ടവും ജനങ്ങൾ ഗവൺമെന്റിനെ കൈപിടിച്ചുയർത്തിയത്, അഥവാ വോട്ട് കൊടുത്ത് രണ്ടാം ഭരണവും ഏൽപ്പിച്ചത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം UPA ഗവൺമെന്റിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. അതായത് 2013 UPA ഗവൺമെന്റ് പാസാക്കിയ ഭക്ഷ്യസുരക്ഷാ ബില്ല്, അതായത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ്. അതനുസരിച്ച് ആക്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണം നമ്മുടെ ജന്മാവകാശമാണ് എന്നാണ്. അപ്പൊ നമ്മുടെ ജന്മാവകാശമായ ഭക്ഷണം എന്താണ് ആ നിയമത്തിൽ പറയുന്നത്? ആ നിയമം ഞാൻ കൃത്യമായി പഠിച്ചതാണ്. ആ നിയമത്തിൽ പറയുന്നത്, താഴേക്കിടയിൽ നിന്നുള്ള 68% പേർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഭക്ഷണം കൊടുത്തിരിക്കണം. ഭക്ഷണം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഏത് തരം ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? 5 തരം പയറുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ആട്ട, പഞ്ചസാര, എഡിബിൾ ഓയിൽ, അതായത് ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങൾ ഉൾപ്പെട്ട ഭക്ഷണം. അതല്ലാതെ പോഷക ദരിദ്രമായ ഭക്ഷണമല്ല കൊടുക്കേണ്ടത്. ഈ ഭക്ഷണം ഇവർക്ക് അവകാശപ്പെട്ടതാണ്, ഇത് അവർക്ക് കൊടുത്തിരിക്കണം എന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എങ്ങനെയാണ് LDF ഗവൺമെന്റിന് കിട്ടിയത്? അതായത് ഈ പറയപ്പെട്ട COVID-19 കാലത്ത് ഇഷ്ടം പോലെ, അതിനു മുൻപും നമുക്ക് PDS അനുസരിച്ച് അരിയും ധാന്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ഈ 68% ഒരുപോലെ കിട്ടുകയില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ 42 ലക്ഷം പേർക്കാണ് അതനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടിയിരുന്നത്. അതേ സമയത്ത് LDF ഗവൺമെന്റ് അത് കുറച്ചും കൂടി ഉയർത്തി അവരുടെ ഇഷ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റി 58 ലക്ഷമോ 60 ലക്ഷമോ ആക്കിയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ പറയപ്പെട്ടവർക്കൊക്കെ ഈ അന്ന് അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് സാധാരണ നോർമൽ റേഷനാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ രീതിയിലുള്ള ഭക്ഷ്യക്രമം നിലവിൽ വന്നു കോവിഡ് കാലത്ത്. അങ്ങനെ കോവിഡ് കാലത്ത് കിട്ടിയ ധാരാളമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഈ പറയപ്പെട്ട പയറുവർഗ്ഗങ്ങൾ, അതുപോലെ അരി, ആട്ട, പിന്നെ ഗോതമ്പ്, പിന്നെ എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇതൊക്കെ ഇഷ്ടം പോലെ കേരളത്തിലേക്ക് കിട്ടുന്നു. കാരണം കേരളം എപ്പോഴും ഒരു ഭക്ഷ്യ സ്കേഴ്സിറ്റി ഉള്ള സംസ്ഥാനമാണ്. അതിന്റെ അഡ്വാൻറ്റേജ് അനുസരിച്ച് ആവശ്യപ്പെടുന്നത് പോലെ കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടിയ ഉൽപ്പന്നങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണാക്കി, അതുപോലെ കുടുംബശ്രീ കഫേകൾ വഴിയായിട്ട്, റെസ്റ്റോറൻറ്റ്സ് വഴിയായിട്ട് അതൊക്കെ വില കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്തു, കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി. പിന്നെ അത് മാത്രവുമല്ല, ഈ പറയപ്പെട്ട എല്ലാ സാധനങ്ങളും കിറ്റാക്കി സഖാക്കൾ വഴി റേഷൻ കടക്കാരെ കൊണ്ട് കിറ്റാക്കിച്ചു. എന്നിട്ട് സഖാക്കൾ വഴി വീടാന്തരം കയറി നടന്നു കൊടുത്തു. അങ്ങനെയാണ് രണ്ടാം ഭരണം, അല്ലെങ്കിൽ വട്ടപൂജ്യമായിരുന്നതിന് ആദ്യ ഭരണം കഴിഞ്ഞപ്പോൾ രണ്ടാം ഭരണത്തിലേക്ക് പിണറായി വിജയന്
കൈത്താങ്ങായത് ഈ പറയപ്പെട്ട കമ്മ്യൂണിറ്റി കിച്ചണും അതുപോലെ തന്നെ കിറ്റുമാണ്. വീടാന്തരം കൊണ്ടു നടന്നു കൊടുത്ത കിറ്റുമാണ് അവരെ രണ്ടാം ഭരണത്തിൽ എത്തിച്ചത്. രണ്ടാം ഭരണത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മറ്റ് അരിഷ്ടതകളൊന്നുമില്ലായിരുന്നു. പക്ഷെ ഭരണം വട്ടപൂജ്യമായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ തന്നെ കേരളീയം, ആ ഒരാഴ്ച കേരളീയം നടത്തിയതിനു മുൻപ് അതിന്റെ ഒരുക്കങ്ങൾ, കേരളീയം നടത്തിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓഫീസുകളെല്ലാം വിട്ട് സെക്രട്ടേറിയറ്റ് ഒക്കെ കാലിയാക്കിക്കൊണ്ട് ആൾക്കാർ അതിനെ പിന്നെ എന്താ പറയുക, വിജയിപ്പിക്കാൻ എന്ന പേരിൽ നടക്കുന്നു. അങ്ങനെ ഒന്നും അന്ന് സെക്രട്ടേറിയറ്റിൽ നടന്നില്ല. അത് കഴിഞ്ഞ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള തയ്യാറെടുക്കലായി. നവകേരള സദസ്സ് ബസ് വാങ്ങല്, 1,05,00,000 രൂപ കൊടുത്ത് ബസ് വാങ്ങിച്ചു. അങ്ങനെ നവകേരള സദസ്സും കഴിഞ്ഞ് എല്ലാ ജില്ലകളിലും നവകേരള സദസ്സിന്റെ അരങ്ങൊരുക്കി. ഒരുപാട്, അതായത് ആ വർഷങ്ങളിലൊക്കെ എന്താ സംഭവിച്ചത്? സർക്കാരിലേക്ക് വന്ന റവന്യൂ മുഴുവനും വകമാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അത് കൂടാതെ തന്നെ ഒരുപാട് പിരിവുകൾ നടത്തി. നമുക്കറിയാം, നവകേരള സദസ്സും കേരളീയം ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ഉദ്യോഗസ്ഥന് പിന്നെ അവാർഡ് കൊടുത്തു. ആ തരത്തിലാണ് സ്പോൺസർഷിപ്പും സ്പോൺസർ ചെയ്ത് നോക്കി നടക്കുകയായിരുന്നു ഗവൺമെന്റ്. അതായത് എവിടെ നിന്നൊക്കെ പണം പിരിച്ചെടുക്കാം അങ്ങനെ നോക്കി എടുത്തിട്ട് അതൊക്കെ ഉപയോഗിച്ചാണ് ഗവൺമെന്റിന്റെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കല്ല് നാട്ടിയിട്ടുണ്ടെങ്കിൽ ആ കല്ല് നാട്ടിയെടുത്ത് ഒരു വലിയ ഒരു വിജയഗാഥയുടെ കഥയും പറഞ്ഞുകൊണ്ടാണ് റീൽസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം സംഭരിക്കുക. മറ്റ് ഒരുപാട് നമുക്ക് ജനങ്ങൾക്കറിയാൻ വയ്യാത്ത നിഗൂഢമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട് ഈ LDF ഗവൺമെന്റിന്. ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ പൈസയും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജനനന്മയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെലവഴിച്ചില്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഗവൺമെന്റ് എന്താണ് ഇപ്പോൾ അവസാനം പറയുന്നത്? അതായത് ശരിക്ക് അവര് എന്തൊക്കെയാണോ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, അതായത് 2,500 രൂപയാക്കി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനി 900 രൂപ കൂടി കൊടുക്കണം. ഇപ്പൊ 1,600 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 900 രൂപ കൂടി കൊടുത്താലേ 1,600നെ 2,500 ആക്കി വർദ്ധിപ്പിക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ പിന്നെ എന്താ പറയുക, പരിസ്ഥിതി, ഇപ്പോഴത്തെ ധനസ്ഥിതി അനുസരിച്ച് അങ്ങനെ 900 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ തൽക്കാലം ഇനി 6 മാസമേ ഉള്ളൂ. പക്ഷെ പിന്നെ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപേ അത് 2,500 ആക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയാണല്ലോ എല്ലാ തരത്തിലും പണം വാരിക്കൂട്ടുകയാണ്. അവസാന ഇലക്ഷന് ജയിച്ച് 3ാം വട്ടവും വരാൻ വേണ്ടിയുള്ള വാരിക്കൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാരിക്കൂട്ടലിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ ശബരിമലയിലൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഇപ്പോൾ തൽക്കാലം ഈ നവംബറിൽ തന്നെ 200 രൂപ വർദ്ധിപ്പിച്ച് അത് 1,600 എന്നുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,800 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. കാരണം അധികം താമസിയാതെ ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് ഈ ഡിക്ലറേഷൻ നടത്തണം. കാരണം കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ബീസ്, വോട്ട് സമാഹരിക്കാൻ വേണ്ടി പിന്നെ കൈയിട്ട് വാരി കൊടുക്കാൻ പാടില്ല ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതൊക്കെ മറന്ന് അങ്ങനെ ഫ്രീ ബീസ് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 10,000 രൂപ വീതം നരേന്ദ്രമോദി വനിതകൾക്ക് കൊടുക്കുമെന്ന് ഓഫർ ചെയ്തു. അത് ഇതിനകം കൊടുത്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി 2.5 കോടി പേർക്ക് വലിയ പാരിതോഷികങ്ങൾ വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടി തുടങ്ങാൻ വേണ്ടി സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാവരും സ്ത്രീകളെയാണ് ചേർത്ത് പിടിക്കാൻ നോക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് മണ്ടത്തരം പറഞ്ഞാലും സ്ത്രീകൾ അത് വിശ്വസിക്കുമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസവും യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആര് പറഞ്ഞാലും അവരങ്ങനെ വിശ്വസിക്കുകയുമില്ല. അതിനനുസരിച്ച് അവർ ഒരു പക്ഷെ തലയാട്ടിന്ന് വരും. പക്ഷെ തലയാട്ടിയെങ്കിൽ പോലും അവർ ചിന്തിച്ച് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും സ്ത്രീകളുടെ വോട്ട് പിടിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും നക്കാപ്പീച്ച എറിഞ്ഞു കൊടുത്താൽ മതി എന്നാണ്
ഈ LDF ഗവൺമെന്റ് ആണെങ്കിലും പിന്നെ ബീഹാറിലെ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ മറ്റു ഗവൺമെന്റുകളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. നമുക്കറിയാം ജയലളിത തമിഴ്നാട്ടിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പെൺകുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, വീട്ടമ്മമാർക്ക് TV വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അവർ സ്ത്രീകളുടെ വോട്ട് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ തന്ത്രങ്ങളൊക്കെ സ്ത്രീകളുടെ അടുത്ത് നടക്കും എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട വനിതകളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾ പ്രകടന പത്രിക എന്താണെന്ന് അറിയണ്ടേ? പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ഓരോ ഗവൺമെന്റിനെ പ്രകടന പത്രിക ശരിയായി പഠിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ ഓഫറുകളാണ് അവർ വെച്ചിരിക്കുന്നത് എന്ന് പഠിക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ നടപ്പാക്കി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ ആഴത്തിൽ അറിവുള്ള ആരോടെങ്കിലും ഒക്കെ ആയിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ 1600 രൂപ എന്ന് പറയുന്നത് 2500 ആക്കി തരുമെന്ന് പറഞ്ഞാണ് ഗവൺമെന്റ് ഭരണത്തിൽ വന്നത്. എന്നിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഇറങ്ങാൻ സമയത്ത് അത് 1800 ആക്കാൻ പോകുന്നു. ഗവൺമെന്റ് ഇറങ്ങാൻ സമയത്ത് എന്ന് പറഞ്ഞാല് ആദ്യം തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പൊ 6 മാസം കൂടി ഈ സർക്കാരിന് ഇനി ഭരണത്തിലുള്ളൂ. ആ സമയം കൊണ്ട് 200 രൂപ വർദ്ധിപ്പിക്കാം. അപ്പോൾ 2500 വരുന്നില്ല. ഒരു പക്ഷേ അവസാനമാകുമ്പോഴത്തേക്കും 2500 ആക്കി എന്നും വരാം. ഏതായാലും ഇപ്പൊ 200 വർദ്ധിപ്പിക്കുന്നത്. അപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഓർത്തിരിക്കേണ്ടത്, അല്ല ഓർത്ത സഹോദരന്മാരോടും കൂടിയാ പറയുന്നത്, ഓർക്കുക, ഒരു ഗവൺമെന്റ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ഭരണഘട്ടത്തിന്റെ അവസാനമല്ല നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത്. അത് വീണ്ടും വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ്. എപ്പോഴാണ് അവർ ഭരണത്തിൽ വന്നാൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ 1000 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 1, 2, 3, 4 അതിനൊരു പ്രയോറിറ്റി കാണും. നമ്മുടെ ആ സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ചുള്ള ഒരു പ്രയോറിറ്റി ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഈ പ്രോമിസസ് ഓരോന്നും നടപ്പാക്കേണ്ടത് ആദ്യ വർഷം തന്നെ. ചില പ്രോമിസസ് ഒക്കെ പൂർത്തിയാക്കാനായിട്ട് 1 വർഷം പോരായിരിക്കും. ഉദാഹരണം, ഒരു വലിയ പദ്ധതി, ശരി, അത് അടുത്ത 5 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എത്രയാണെങ്കിലും ഇതിനൊക്കെ അർഹിക്കുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നും അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അതിൽ നടന്നു എന്നും അത് തീരാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ധാരണ നമുക്ക് ഉണ്ടാകണം. ആ തരത്തില് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ തന്നെ. ഇതുവരെ എന്ത് ശോച്യമായ റോഡുകളായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം തൃശ്ശൂർ ആ ഭാഗത്ത് ടോൾ പിരിക്കാൻ ഗവൺമെന്റ് അത് ഹൈക്കോടതി സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ഇപ്പോഴും അത്ര വലിയ പ്രശ്നങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ റോഡുകളുടെയും അവസ്ഥ അങ്ങനെയാണ്. ഒരു പക്ഷെ ഈ 6 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ആ റോഡുകളൊക്കെ ഒരുമാതിരി പക്കയാകുമായിരിക്കും. പക്കയാക്കിയിട്ട് റീൽസ് ഇറക്കും, കണ്ടോ കേരളത്തിലെ LDF ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന റോഡ്. പക്ഷെ ഈ കഴിഞ്ഞ 9.5 വർഷവും കഷ്ടപ്പെട്ട് എത്രയോ പേരുടെ ജീവനാണ് ഈ റോഡിൽ പൊലിഞ്ഞത്. എത്രയേറെ പെട്രോളും പിന്നെ ഡീസലുമാണ് വെറുതെ കത്തിപ്പോയത്. അതായത് സുഗമമായി യാത്ര ചെയ്യാവുന്ന നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ചെലവഴിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും 1/4 ചെലവാകുള്ളൂ. അപ്പൊ ഈ 3/4 പണം ആരുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്? ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് തന്റെ ഇടമുണ്ടാകണം. അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കാതെ ഇപ്പോഴിതാ വീണ്ടും ഇലക്ഷനിലേക്ക് പോകുമ്പോൾ 200 രൂപ കൂട്ടി തന്ന് ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ കബളിപ്പിക്കാനാണ് എന്ന് ചോദിക്കാനുള്ള ആർജവം നാം കാണിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഗവൺമെന്റ്, അത് LDF ഗവൺമെന്റ് ആകട്ടെ, കോൺഗ്രസ് UDF ഗവൺമെന്റ് ആകട്ടെ, ഏത് ഗവൺമെന്റിനോട് ഇത് ചോദിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഗവൺമെന്റുകളോട് ചോദിച്ചാൽ മാത്രമേ, അതായത് നമുക്ക് അതിനുള്ള തന്റെ ഇടമുണ്ട്, ചോദിക്കാനുള്ള യുക്തിസഹമായി ചിന്തിക്കാൻ പറ്റുന്നവരാണ്. വെറും എന്താണ് പറയാ, എഴുതാനും വായിക്കാനും അറിയാത്ത ലിറ്ററേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്തരം രാഷ്ട്രീയ രംഗത്തിന്റെ മുകളിൽ ഇരിക്കുന്ന, അതായത് ജെയിംസ് ഓട്ടീസൺ എന്നൊരു എഴുത്തുകാരനെ പറ്റി ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ജെയിംസ് ഓട്ടീസന്റെ പുസ്തകം 7 Deadly Economic Sins. ഏതൊക്കെയാണ് ആ 7 Deadly Economic Sins? 7 മാരകമായ സാമ്പത്തിക പാപങ്ങൾ കൊണ്ട് കവർ ചെയ്യപ്പെട്ട അതിന്റെ പിടിയിൽ ഒതുങ്ങിയവരാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത്, ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ലോകത്തെല്ലാം, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും രാഷ്ട്രീയ നേതൃത്വത്തിലെ ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്നവരൊക്കെ 7
മാരക പാപങ്ങൾക്ക് അടിമകളായി തീർന്നവരാണെന്നാണ് പറയുന്നത്. അവർ തുടക്കത്തിൽ നല്ല മനുഷ്യരായിരുന്നു, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കണം, സേവിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടിപടിയായി അവർ വളർന്നു വരുമ്പോഴേക്കും അവർ ഈ പറയപ്പെട്ട 7 പാപങ്ങൾ, ഏതൊക്കെയാണ് 7 പാപങ്ങൾ? പ്രൈഡ്, അഹങ്കാരം, ഗ്രീഡ്, അതായത് ആർത്തി പണത്തോട്, പിന്നെ ലസ്റ്റ്, കാമം, പിന്നെ അത്യാർത്തി, അത് അങ്ങനെ എനിമിറ്റി, അതായത് ശത്രുത, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും അവസാനമാകുമ്പോഴത്തേനും ഇഷ്ടം പോലെ ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേനും സ്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലസത. ഇങ്ങനെയുള്ള 7 പാപങ്ങളുടെ അടിമകളായി തീർന്നവരെയാണ് നമ്മൾ ഇലക്ഷനും ജയിപ്പിക്കേണ്ടത്. അപ്പൊ ഈ പാപങ്ങൾ കൂടുതൽ ഏറ്റെടുക്കാത്തവരാരൊക്കെയാണ്, അവന് പിടിയിലാകാത്തവരാരൊക്കെയാണ്, ആരാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഭരണം തരിക എന്നൊക്കെ നോക്കിയും കണ്ടും വേണം. അതല്ലാതെ ഗവൺമെന്റിന്റെ കാല് നക്കി നടക്കുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ അവസരമുള്ളൂ എന്ന് കരുതുന്ന അത്തരം പാർട്ടിക്കാരെ, അത്തരം രാഷ്ട്രീയക്കാരെ, അവരാണ് ഈ 7 ഡെഡ്ലി എക്കണോമിക് സിൻസിന്റെയും പിന്നെ വാഹകർ. ആ വാഹകരെ നാം തിരഞ്ഞു പിടിച്ച് പണിഷ് ചെയ്യണം, അവർക്ക് വോട്ട് കൊടുക്കരുത്. അപ്പൊ അതായത് ഈ 200 രൂപ ഇപ്പൊ കൂട്ടാമെന്ന് പറഞ്ഞത് ഇപ്പോഴല്ല കൂട്ടേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ ഇത്രയും സംസാരിച്ചതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. 200 രൂപ ഇപ്പോഴല്ല കൂട്ടേണ്ടത്, 1600, 1800 ആക്കേണ്ടത് ഇപ്പോഴല്ല, ഭരണത്തിൽ വന്ന അടുത്ത മാസം തന്നെ ചെയ്യണമായിരുന്നു ഈ 1600, 1800 ആക്കല്. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഗവൺമെന്റിന്റെ പ്രാപ്തിക്കനുസരിച്ച് മാറ്റം വരുത്തി നമുക്ക് വീണ്ടും സഹകരിക്കാമെന്ന്. അങ്ങനെ വരുത്താത്ത ഗവൺമെന്റ് ഇറങ്ങിപ്പോകാൻ നേരത്ത് പട്ടിക്ക് തീറ്റ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും, അതായത് എഴുന്നേറ്റവൻ അവന്റെ പാത്രത്തിൽ അവശേഷിക്കുന്നത് കൊണ്ടുപോയി നായയ്ക്ക് കൊടുക്കുന്നത് പോലെ ആണ് കൊടുത്തേച്ചു പോകുന്നത്. ഈ പറയപ്പെട്ട 200 രൂപ എറിഞ്ഞേച്ചു പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ ജനത്തിന് കഴിയണം.